ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ കാളത്തോടാണ്. അപ്പൊ ഇവിടെ ഒരു സ്പെഷ്യൽ സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിലൂടെ എപ്പോ പാസ് ചെയ്യുമ്പോഴും മറ്റൊരു ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ച് ഇവരുടെ ലോഗോ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന്. ഇവരുടെ ലോഗോയിൽ ചിക്കന്റെ താഴെ തന്നെ മീനിന്റെ ഒരു മുള്ളും കാണാം. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഇവരുടെ ബ്രോസ്റ്റഡ് ചിക്കൻ കൂടാതെ നല്ല ബ്രോസ്റ്റഡ് ഫിഷും കിട്ടും. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡിന്റെ സമയത്ത് ഒരു ഹോം കിച്ചൺ അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചൺ കൺസെപ്റ്റായി തുടങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇന്ന് ഇവര് 13ഓളം ഫ്രാഞ്ചൈസികളായി വിജയകരമായി ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇവരുടെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20-25 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയുള്ള ഒരു കൂൾ ആൻഡ് കംഫർട്ടബിൾ ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. ബർഗേഴ്സ്, സാൻഡ്വിച്ചസ്, ഫ്രൈസ്, റാപ്സ്, പോപ്സ്, കോംബോസ്, ബ്രോസ്റ്റഡ് ഫിഷ്, ബ്രോസ്റ്റഡ് ചിക്കൻ, മൊഹിത്തോ ഒക്കെയുള്ള ഒരു സിമ്പിൾ മെനു ആണ്. അങ്ങനെ ഓർഡർ ചെയ്തതിൽ ആദ്യം എത്തിയത് ഇവരുടെ ടെംപ്റ്റിംഗ് പോപ്സ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഫിഷ് പോപ്സ്. അതിന്റെ മീഡിയം പോർഷൻ ആണ്. നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവരുടെ മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല കിഡിലൻ ഫിഷ് പോപ്സ്. അതായത് ഇതിൽ വരുന്നത് നല്ല ടേസ്റ്റി ഫിഷ് ഫില്ലറ്റ് ആണ്. ബാസയുടെ ആണെന്ന് തോന്നുന്നു. ഒരു തരത്തിലുള്ള ബാഡ് സ്മെല്ലോ ബാഡ് ടേസ്റ്റോ ഇല്ല. നിങ്ങളൊരു ഫിഷ് ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ഐറ്റം ആണ്. ഇവർക്ക് പോപ്സിൽ മീഡിയം ആൻഡ് ലാർജ് പോർഷൻസ് ആയി ചിക്കൻ ഓപ്ഷനും വരുന്നുണ്ട്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത മറ്റ് ഐറ്റംസ് ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ ഫ്രൈഡ് ചിക്കന്റെ സ്നാക്ക് ബോക്സിൽ നിന്നും തുടങ്ങാം. മറ്റു പലയിടത്തെയും വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കൂടെ വരുന്ന ബണ്ണ് വളരെ സ്മോൾ ആൻഡ് ക്യൂട്ട് ആയിട്ട് തോന്നി. പിന്നെ ഇവരുടെ ചിക്കൻ പീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വലിയ പീസാണ്. പിന്നെ നല്ല ചൂടോടുകൂടി സെർവ് ചെയ്തത് കൊണ്ട് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അധികം എവിടെയും കാണാത്ത ഒരു ഗോൾഡൻ യെല്ലോ കളറിലുള്ള ഫ്രൈ പോലെയാണ് ഫീൽ ചെയ്തത്. നമുക്ക് എന്തായാലും ഈ ചിക്കൻ അതിന്റെ കൂടെ വരുന്ന ഇവരുടെ ആ മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഒരു യുണീക്ക് ഫ്ലേവർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് ഒരു ഗാർലിക് ഫ്ലേവർ വരുന്നുണ്ട്. ഇവരുടെ തന്നെ ഒരു സീക്രട്ട് റെസിപ്പിയാണ് ഇതിന്റെ മിക്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിലുള്ള ബണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ബണ്ണാണ്. പിന്നെ വളരെ ചെറുതാണ്. അപ്പൊ ചിക്കനേക്കാളും ചെറുതായത് കൊണ്ട് അധികം വേസ്റ്റേജ് വരില്ല. അപ്പൊ നമുക്ക് അതും ആ ചിക്കൻ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ലൊരു സ്വീറ്റ് ടൈപ്പിലുള്ള ബണ്ണാണ്. പിന്നെ ചെറുതായത് കൊണ്ട് മറ്റുള്ളിടത്തെ പോലെ ബണ്ണ് വേസ്റ്റ് ആവില്ല. നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന ആ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ആ സോസിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, അധികം സോൾട്ടി അല്ലാത്ത നല്ല ഡീസന്റ് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഇവരുടെ ബ്രോസ്റ്റഡ് ഫിഷ് ഫില്ലറ്റിന്റെ ഒരു സിംഗിൾ പീസ്. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇവർക്ക് ഇതല്ലാതെ 2 പീസ്, 5 പീസ്, 10 പീസ് കോംബോ ഓഫേഴ്സ് വരുന്നുണ്ട് ഇതില്. അപ്പൊ അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കസ്റ്റമേഴ്സിന് എങ്ങനെ വേണമെങ്കിലും അവർക്ക് വേണ്ടത് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഫിഷ് ഫില്ലറ്റ് ആ മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. നേരത്തെ കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ്. അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ മേലെ കുറച്ച് പെരി പെരി ഡസ്റ്റ് വെതറിയിട്ടുണ്ട് ആ ഒരു സ്പൈസി ടേസ്റ്റ് കിട്ടാൻ. ശരിക്കും ഇവരുടെ ഫിഷ് ഫില്ലറ്റ് വളരെയേറെ ഇഷ്ടപ്പെട്ടു. വളരെ അഡിക്റ്റീവായി തോന്നി. പിന്നെ ബേവറേജസ് ആയിട്ട് ഇവരുടെ മൊഹിത്തോസ് മാത്രമേ ഉള്ളൂ. അതും വളരെ റീസണബിൾ റേറ്റ് ആണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ നമ്മൾ ഇവരുടെ ഗ്രീൻ ആപ്പിൾ മൊഹിത്തോ ആണ് ഓർഡർ ചെയ്തത്. നമുക്ക് അതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. കൊള്ളാം, ആ ചില്ലി ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു സ്പൈസി മിക്സ് ആയിട്ടുള്ള ഒരു മൊഹിത്തോ ആണ്. ശരിക്കും ഗ്രീൻ ആപ്പിളിന്റെ ഫ്ലേവറിലുള്ള നല്ലൊരു തേഴ്സ്റ്റ് ക്വെഞ്ചിങ് മൊഹിത്തോ തന്നെയായിരുന്നു. അടുത്തത് നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ സിംഗർ ചിക്കൻ റാപ്പ് റോൾ ആണ്. നല്ല സൈസ് ഉണ്ട്. നമ്മുടെ കൈപ്പത്തിയേക്കാളും വലുതാണ്. അതിന് ഈ ഒരു റേറ്റ് വരുന്നുള്ളൂ. റാപ്പിന്റെ പുറത്തേക്ക് ആ ലെറ്റ്യൂസ് ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇവരുടെ ഫ്രൈഡ് ചിക്കന്റെ സ്ട്രിപ്സ് തന്നെയാണ് വരുന്നത്. എന്തായാലും ആ റാപ്പ് ഒന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. നല്ല വെൽ സ്റ്റഫ്ഡ് റാപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കൊള്ളാം, നല്ലൊരു പെർഫെക്റ്റ് ടോട്ടില റാപ്പാണ്. നല്ല സ്റ്റഫിങ്, അതായത് ഇവരുടെ ആ എക്സലന്റ് ഫ്രൈഡ് ചിക്കൻ ആണ് ഇതിൽ വരുന്നത്. പിന്നെ അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ മയണൈസും ലെറ്റ്യൂസും ടൊമാറ്റോസും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ചിക്കൻ സാൻഡ്വിച്ച് ആണ്. അപ്പോ ഈ ഒരു റേറ്റ് വരുന്നുള്ളൂ. അതും ക്ലബ് സാൻഡ്വിച്ച് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇതേപോലെ ഇവർക്ക് ഫിഷിന്റെ ഓപ്ഷനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ നിന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ആഹാ, നല്ല അടിപൊളി ക്ലബ് സാൻഡ്വിച്ച്. അതായത് നല്ല വേഫർ തിൻ ചിക്കൻ സ്ട്രിപ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ അണിയൻസും ടൊമാറ്റോസും ലെറ്റ്യൂസും ചീസും കുക്കുംബറും ഇവരുടെ ബ്രോസ്റ്റ് മിക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു ബർഗർ ആണ്. അപ്പൊ ഇവരുടെ ബർഗേഴ്സിൽ ഇവർക്ക് വെജ്, നോർമൽ ചിക്കൻ ബർഗർ, സിംഗർ ചിക്കൻ ബർഗർ, പിന്നെ ഫിഷും വരുന്നുണ്ട്. അപ്പൊ ഇത് ഇവരുടെ സിംഗർ ഫിഷ് ബർഗർ ആണ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. വളരെ റീസണബിൾ ആയിട്ട് തോന്നി. നല്ലൊരു ഫില്ലിംഗ്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം.
നല്ല സൂപ്പർ ബർഗർ. കാരണം ഇതിൽ വരുന്നതും ഇവരുടെ ആ സിംഗർ ഫിഷ് ഫില്ലറ്റ് തന്നെയാണ്. ശരിക്കും ഇവിടെ ഒരു ഫിഷ് ലവർ വന്നാൽ ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും ഇഷ്ടപ്പെടും. അങ്ങനെ അവസാനം ദാഹിച്ചപ്പോ ഇവരുടെ ഒരു മൊയ്ത്തോ കൂടി പറഞ്ഞു, ഇവരുടെ വാട്ടർമെലൻ മൊയ്ത്തോ. എല്ലാ മൊയ്ത്തോസിനും ഒരേ റേറ്റ് ആണ്, ഒരേ പ്രസന്റേഷൻ, നല്ല ക്വാണ്ടിറ്റി, നല്ല അടിപൊളി തേഴ്സ്റ്റ് ക്വെഞ്ചിങ് വാട്ടർമെലൻ ഫ്ലേവർ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലൻ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഫിഷ് ഫില്ലറ്റ് ഇത്രയും ടേസ്റ്റി ആൻഡ് ഫ്രഷ് ആയിട്ട് ഇപ്പൊ അടുത്തൊന്നും ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇവരുടെ യുണീക്ക് ബ്രോസ്റ്റ് മിക്സും കൂടി ആയപ്പോ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവരുടെ ബ്രോസ്റ്റ് മിക്സ് കുറച്ചും കൂടി ഹെൽത്തിയർ ആണെന്ന് തോന്നുന്നു. കാരണം മറ്റുള്ളിടത്തെ പോലെ ടങ്കിന്റെ സ്കിന്നിനോ അല്ലെങ്കിൽ മൗത്തിലുള്ള സ്കിന്നിനോ ഒന്നും പറ്റിയില്ല. അത് വളരെ യുണീക്ക് ആയിട്ട് തോന്നി. അപ്പൊ ഒരു സേഫ് ആൻഡ് ഹെൽത്തി ഓപ്ഷൻ ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവരുടെ ഇത്ര അധികം ഫ്രാഞ്ചൈസുകൾ പൊങ്ങി വന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരുടെ ഫ്രാഞ്ചൈസി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, അവരെ വിളിച്ചാൽ മതി. അപ്പൊ ഇവരുടെ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവര് ഇവിടെ വന്ന് ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അത് പറ്റാത്തവർക്ക് സ്വിഗ്ഗി, സൊമാറ്റോ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ, ഫിഷ് വേണ്ടവർക്ക് ഫിഷ്, വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയി വന്ന് ഇവിടെ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇവിടുത്തെ ഫിഷ് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.